നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ ജനറൽ കൗൺസിൽ യോഗം കൊച്ചി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ ദേശീയ സെക്രട്ടറി ഡോക്ടർ സംഘമിത്ര ബോറ ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വിഭവദാരിദ്ര്യം നേരിടുന്ന രാജ്യങ്ങൾക്കായുള്ള പാലിയേറ്റീവ് കെയർ മാതൃകയായി ആൽഫ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഡയാലിസിസും ദീർഘകാല ഫിസിയോതെറാപ്പിയും ശാരീരിക തളർച്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടുന്ന പരസഹായം കൂടാതെ ജീവിക്കാനാകാത്തവർക്ക് കെയർ ഹോം ഉൾപ്പെടെയുള്ള പരിചരണ സംവിധാനങ്ങളുള്ള സ്വയം പര്യാപ്തവും സാമൂഹ്യ ഉടമസ്ഥതയിലുള്ളതുമായ പാലിയേറ്റീവ് കെയർ സെന്ററുകളുടെ മാതൃക രാജ്യമാകെ വ്യാപിപ്പിക്കുന്നതിൽ IAPCയുടെ പിന്തുണ അവർ വാഗ്ദാനം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയർ പണി പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിക്കാനിരിക്കുന്ന ലോകത്തിന് മാതൃകയായ ആൽഫ ഹോസ്പീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 9 മുതൽ 11 വരെ തീയതികളിൽ രാജ്യാന്തര കോൺഫറൻസ് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കോൺഫറൻസ് വിജയിപ്പിക്കുന്നതിന് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. മണപ്പുറം ഫിനാൻസ് ജനറൽ മാനേജർ സനോജ് ഹെർബർട്ട്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ KM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ TP ജമീല സ്വാഗതവും ഇന്ദിര ശിവരാമൻ നന്ദിയും പറഞ്ഞു. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള പ്രധാന ഭാരവാഹികളായി 100-ലേറെ പേർ പങ്കെടുത്തു. മുഖ്യാതിഥി ഡോക്ടർ സംഘമിത്രയെ മെമന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ചെയർമാൻ KM നൂറുദ്ദീൻ ആദരിച്ചു. മണപ്പുറം ഫിനാൻസ് ജനറൽ മാനേജർ സനോജ് ഹെർബർട്ട്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ KM അഷ്റഫ് എന്നിവരെ മെമന്റോ നൽകി ഡോക്ടർ സംഘമിത്ര ബോറ ആദരിച്ചു. ഡോക്ടർ സംഘമിത്രയ്ക്കുള്ള ആൽഫയുടെ സമ്മാനം യോഗത്തിൽ പങ്കെടുത്തവരുടെ സാന്നിധ്യത്തിൽ ആൽഫ ചെയർമാൻ ചടങ്ങിൽ കൈമാറി. ആൽഫ ഹോസ്പീസിന്റെ ബ്രിക് സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിലേക്ക് 100 ബ്രിക്കിനുള്ള 1 ലക്ഷം രൂപയുടെ ചെക്ക് വെള്ളാങ്കല്ലൂർ സെന്റർ ഭാരവാഹികൾ കൈമാറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.